ഞാൻ ഭയങ്കര നസ്രീൻ ഫാനാ. എനിക്ക് ഭയങ്കര ക്രഷാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തിരിക്കും. നസ്രീൻ എപ്പോൾ വരും, നസ്രീൻ എപ്പോൾ വരും, എപ്പോഴും നസ്രീൻ വരും. 6 മണിക്ക് വരും എന്ന് പറഞ്ഞു. ഞാനിവിടെ 5:15 എത്തി. കാരണം ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ കാണാമല്ലോ. 2025 ആയിട്ട് നിങ്ങളോട് അതേ ഒരു ആരാധനയുണ്ട്. പിക്ക് എടുക്കണമായിരുന്നു. അല്ലെങ്കിൽ ഞാനിപ്പോ കേറും. We have this amazing baby Jane with us, everybody. പാട്ടൊന്നുമില്ല, പരിപാടി പടത്തിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നത്. പാട്ട് കോൺസേർട്ടിന് ടിക്കറ്റ് എടുക്കുന്ന, അതായത് പൈസ കിട്ടിയാൽ മാത്രമേ ഞാൻ പാട്ട് പാടൂ അല്ലേ? പോസ്റ്ററിലേക്ക് കാണുന്ന സിക്സ് പാക്ക് ഒറിജിനൽ ആണോ? അല്ല, അത് മേക്കപ്പ്. അത് എല്ലാ ദിവസവും രാവിലെ വന്ന് ഒട്ടിക്കില്ല. ഒട്ടിച്ചിട്ടില്ല. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ വിഷമായി പോയി. അതുകൊണ്ട് This is Ginger Media presents Alappuzha Gymkhana Mega event sponsored by Happy Peanut Butter and Milma, co-sponsored by Aquastar and Chiking. Hi, എന്താണ് പേര്? അപർണ. അപർണയെ കാണാൻ ഭയങ്കര സുന്ദരി ആയിട്ടുണ്ടല്ലേ? എല്ലാരും കാണുന്നുണ്ടോ അപർണേനെ? ഞാൻ ഭയങ്കര നസ്രീൻ ഫാനാ. അപ്പോൾ ഞാൻ 10th പഠിക്കുന്നതുകൊണ്ട് എനിക്ക് നസ്രീനെ കാണുന്നത് ഭയങ്കര ആഗ്രഹം. എനിക്ക് ഭയങ്കര ക്രഷാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഭിനയൊക്കെ ഭയങ്കര സ്മൂത്താണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചു, കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചു. ഒന്നും നടന്നില്ല. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, വായോ എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ലിറ്ററലി ഭയങ്കര ഹാപ്പി. അതെനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് ഹാപ്പി. ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. നസ്രീൻ എപ്പോൾ വരും, നസ്രീൻ എപ്പോൾ വരും. അപ്പോൾ ലിറ്ററലി ഇപ്പം നിങ്ങൾ ഹാപ്പി മൊമെൻറ്റ്സ് അല്ലേ ചോദിച്ചത്, ഇതായിരുന്നു ലിറ്ററലി ഏറ്റവും വലിയ ഹാപ്പി മൊമെൻറ്റ്. അത് എത്രത്തോളം നമ്മൾ ആഗ്രഹിച്ച ഒരാളെ കാണാൻ പറ്റും, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് നസ്രീൻ വരുന്നത്? ഇത് കഴിഞ്ഞിട്ട് ഉടനെ നമ്മുടെ ആലപ്പുഴ ജിംഖാനയുടെ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂടെ എത്തുന്നതായിരിക്കും. അപ്പോൾ നെസ്ലിൻ, ഏറ്റവും വലിയ നെസ്ലിൻ ഫാനായ മോളുടെ പേരെന്തായിരുന്നു? അപർണയ്ക്ക് തീർച്ചയായിട്ടും നെസ്ലിനെ കാണാൻ പറ്റും. ആൻഡ് യെസ്, പ്ലീസ് യു ക്യാൻ just get inside. And are you ready to welcome them onto the stage? Yes. അപ്പോൾ നമുക്ക് അവരെ ഓരോരുത്തരെ അയച്ച് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Ladies and gentlemen, please put your hands together. Yes, മലയാളത്തിന്റെ സ്വന്തം ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള 100 കോടി ക്ലബിൽ ഇടം നേടിയ the one and only മലയാളികളുടെ സ്വന്തം നസ്ലിൻ. Come on everyone, put your hands together. ഭയങ്കര ഗേൾസ് ഫാൻസ് ആട്ടോ. അതെ, ഞങ്ങളിങ്ങനെ കുറേ നേരം അയച്ച കുറേ പെൺകുട്ടികളിവിടെ വന്നിട്ട് എവിടെ എപ്പോൾ വരും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് എല്ലാവർക്കും നെസ്ലിൻ മറുപടി കൊടുക്കണം. Alright, അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം the one and only, the most talented actor Luqman Amran. Please put your hands together. നിറഞ്ഞ സ്നേഹത്തോടു കൂടി കൈയോടുകൂടി നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Now I would like to welcome Sandeep P. Pradeep. അദ്ദേഹത്തെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Let's welcome Sandeep P. Pradeep. Along with them, നമ്മുടെ ഈ ചുണക്കുട്ടന്മാരുടെ ഇടയിൽ ഒരു പുലിക്കുട്ടി അവിടെ ഇരിപ്പുണ്ട്. Let's welcome Anakha Ravi. Yes, Anakha Raviയെയും നമുക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങൾ എല്ലാവരും കുറച്ചും കൂടി എനർജി തരണം കേട്ടോ. പ്ലീസ് നല്ലൊരു കൈയടി for all of them. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. ആൻഡ് യെസ്, ആദ്യം ഞാൻ ആരുടെ നിന്ന് തുടങ്ങണം? എനിക്ക് ഒന്ന് അനക്കയുടെ നിന്ന് തുടങ്ങുന്നതായിരിക്കും ബെസ്റ്റ്. ബോക്സിങ് ചെയ്യുന്ന ഒരൊറ്റ പെൺകുട്ടിയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഒന്ന് മുമ്പ് ചെയ്ത സിനിമകളെക്കാട്ടി ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ്. ആൻഡ് ദാറ്റ് സോങ് യു ആർ അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. ആ ഒരു ഫ്ലോയും പരിപാടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു എക്സാക്ട്ലി എങ്ങനെയാണോ ബോക്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു ജീവിതം മാറ്റി വെച്ചൊരു കുട്ടി എങ്ങനെ ബോക്സ് ചെയ്യുന്നു അതുപോലെ തന്നെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഹൗ ഇസ് യുവർ എക്സ്പീരിയൻസ് ആൻഡ് വാട്ട് യു വാണ്ട് ടു ടെൽ ദം? My God, thank you so much for that. Stalked ആണ് ഇവിടെ വന്നിങ്ങനെ നിന്നിട്ട് കുറേ പേരെ കണ്ടപ്പോൾ. It was one of the best experiences. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഓരോ ഷോട്ടുകളും അത്രയും നല്ല ടീമിൻ്റെ ഒപ്പം ആയതുകൊണ്ടുള്ള ആ ഭംഗിയുണ്ട്. അതുകൊണ്ടും കൂടിയാണ് I look good in that apparently. So really grateful to be part of it. Yes. We have the one and only നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബേബി ജീൻ. Thank you very much. Yes. അപ്പോൾ സന്ദീപ്, ഫാലമി കഴിഞ്ഞിട്ട് സമാധാനമുള്ളൊരിടത്തു നിന്നും ഇങ്ങനൊരു അന്തരീക്ഷത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഹൗസ് യുവർ എക്സ്പീരിയൻസ്? ഹായ്, ഹലോ, നമസ്കാരം. ആദ്യം തന്നെ വന്നതിൽ നല്ല സന്തോഷം. ഞാനിതിൽ ഷിഫാസ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒരു കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുറച്ച് കോഴിത്തിരക്കുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു
നമ്മളെല്ലാവരും മെൻ്റലിയും ഫിസിക്കലി ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും സിനിമകൾ കാണുക, ഫസ്റ്റ് ഡേ തന്നെ കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയാം. താങ്ക് യു സോ മച്ച്. ഖാലിദ് ഖാൻ്റെ കൂടെ ഇതിപ്പോൾ 3ാമത്തെ മൂവിയാണ് ചെയ്യുന്നത്. ആൻഡ് ഞാൻ ഇടയ്ക്ക് കേട്ടായിരുന്നു ആൾ നിർബന്ധം പിടിച്ചിട്ടാണ് ഈ മൂവി ചെയ്യുന്നതെന്ന്. ഈ ഒരു കോച്ചായിട്ടാണ് നമ്മുടെ ആലപ്പുഴ ജിംഖാനയിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? ആള് നിർബന്ധം പിടിച്ചിട്ടല്ല, ഞാൻ ഞാൻ നിർബന്ധം നിർബന്ധം പിടിച്ചിട്ടാണ്. ഞാൻ പുള്ളിയോട് നിർബന്ധം പിടിച്ചിട്ടാണ് വാങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം എല്ലാവരെയും ഇങ്ങനെ നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ. ഞങ്ങളിങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രൊമോഷൻ്റെ ഓട്ടത്തിലാണ്. അവസാനം ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തി. ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ വരുന്ന 10-ാം തീയതി, ഇനി വെറും 4 ദിവസമുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ഞാൻ നേരത്തെ ഒരു അടിപൊളി ഇൻട്രൊഡക്ഷൻ കൊടുത്തപ്പോഴത്തേക്കും ബേബി ജീൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ബട്ട് we have this amazing baby Jean with us everybody. And ഞാൻ അവരോട് പറയായിരുന്നു ഒരു മ്യൂസിക്കൽ ആർട്ടിസ്റ്റിൽ നിന്ന് മാറി ഇപ്പോൾ ബിഗ് സ്ക്രീനിലേക്ക് വരാൻ പോവാണ്. ആൻഡ് ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് ആലപ്പുഴ ജിംഖാന? ആൻഡ് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇതിൽ മൂവിയുടെ ഒരു ഭാഗമായതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആർട്ടാണല്ലോ, അപ്പോൾ ഇത്രയും ഒരു വൈഡായിട്ടുള്ള പരിപാടിയിൽ ഒരു അംഗമാവാൻ സാധിച്ചതിൽ സന്തോഷം. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു 10-100 ദിവസം നീണ്ടുന്ന ഷൂട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു 100 ദിവസം കട എവിടെ അപ്പോൾ ഇതിൽ ഈ മ്യൂസിക് എന്നുള്ളൊരു പരിപാടിയിൽ നിന്ന് മാറി അഭിനയം പരിപാടി ട്രൈ ചെയ്ത് എക്സ്പെരിമെൻ്റ് ചെയ്ത് അത് നല്ല രീതിക്ക് വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വരുന്ന 10-ാം തീയതി അത് തിയേറ്ററിൽ വരാൻ പോവുകയാണ്. എല്ലാവരും ഒത്തിരി നല്ല പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. DJ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് ഇതിൽ, നെസ്ലിൻ്റെ കസിൻ ബ്രദറായിട്ട്. സോ അതേപോലെ എല്ലാവരും അടിപൊളി പരിപാടികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം. 10-ാം തീയതി തിയേറ്ററിൽ പോയിട്ട് കാണണം. 10-ാം തീയതി കാണാൻ പറ്റിയില്ലെങ്കിൽ 11, 12, 13 ഒക്കെ പോയി കാണാം. ഒരുപാട് ദിവസങ്ങൾ അതെ, കാണാം. നല്ല എല്ലാവരും എഫേർട്ട്, ജെന്യൂൻലി എഫേർട്ട് ഇട്ടൊരു, ഫിസിക്കലി മെന്റലി എഫേർട്ട് ഇട്ടൊരു മൂവിയാണ് ആലപ്പുഴ ജിംഖാന. അപ്പോൾ ശരി, ജയസൂര്യയുടെ കൂടെയുള്ള അടുത്ത മൂവി വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പടത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? അങ്ങനെയില്ല. ആർട്ട് ഡിമാൻഡ്സ് എന്നുള്ളൊരു സാധനമല്ല. നമുക്ക് കല ചെയ്യാൻ പറ്റുക, ജീവിച്ചിരിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ്, ഏത് ഫോമിലാണ്. ഇപ്പം ഞാൻ റാപ്പർ ആവണം എന്ന് ആഗ്രഹിച്ച വന്നൊരാളല്ല കൊച്ചിയിലേക്ക്. ഒരു പരിപാടി, അപ്പം എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടുന്ന ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പം മൂവി അത് ചെയ്യുന്നുണ്ട്, നോക്കാം വർക്കാവില്ലെന്ന്. ഉറപ്പായിട്ടും വർക്കാവും. നമ്മളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ആലപ്പുഴ ജിംഖാന കാണും. ആൻഡ് യെസ്, വി ക്യാൻ പാസ് ദ മൈക്ക് ടു നെസ്ലിൻ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല അടിപൊളിയായിട്ടൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് പുതിയൊരു ലുക്കിൽ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമ ചെയ്യുന്നത്. ആൻഡ് യെസ്, പ്ലീസ് ടെൽ us about your experience. ട്രിവാൻഡ്രത്ത് വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. കാരണം ട്രിവാൻഡ്രത്ത് ഇതിന് മുമ്പ് വന്നത് ഒരു പടത്തിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു. പ്രേമലുവിൻ്റെ ഷൂട്ട് തുടങ്ങിയത് ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ അത് വലിയൊരു സക്സസ് ആയി. അപ്പോൾ എനിക്ക് ഈ ട്രിവാൻഡ്രം ഭയങ്കര സ്പെഷ്യലാണ്. അതേപോലത്തെ ഒരു ഹിറ്റാക്കി തരണേ ഈ പടവും. ഓക്കെ, ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ്റെയും അല്ലെങ്കിൽ ഞങ്ങളെടുത്ത എഫേർട്ടിൻ്റെയും എല്ലാം ഇപ്പോൾ ട്രെയിലറിലും അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് വിട്ട കണ്ടൻറ്റിലും എല്ലാം കണ്ടതാണ് എല്ലാവരും. അതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ലുക്കുവിനോട് പറയായിരുന്നു, ഇതേപോലുള്ള സ്റ്റേജ് പ്രോഗ്രാമിൽ നല്ല സൗണ്ട് സിസ്റ്റത്തിൽ നമ്മളുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര പവറുണ്ട്, ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ നല്ല പവറിലുള്ള ഇടി കിട്ടുന്നതും കൊടുക്കുന്നതും നിങ്ങൾക്ക് ഏപ്രിൽ 10 മുതൽ കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അത് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാതിരിക്കുക. ഈ പടം OTT-ൽ വരാൻ വെയിറ്റ് ചെയ്യാതെ തിയേറ്ററിൽ തന്നെ പോയി ഈ ഇടിപ്പടം കാണുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് ബേബി ജിന് നമുക്ക് ആ മൈക്ക് ഒന്ന് പാസ് ചെയ്യാം. കാരണം ബേബി ജിന് ഇവിടെ വന്നിട്ടെങ്കിലും പാടിയില്ലെങ്കിൽ പാട്ടൊന്നുമില്ല, പരിപാടി പടത്തിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നത്. യെസ്, പാട്ടൊന്നും ഇല്ല എന്നാണ് ആൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. മേ ബി അടുത്ത പ്രോഗ്രാമിന് വരുമ്പോൾ നമുക്കൊരു പാട്ട് പരിപാടിക്ക് വരുമ്പോൾ പാട്ടുണ്ടായിരിക്കില്ല. പാട്ട് കോൺസെർട്ടിന് ടിക്കറ്റ് എടുത്ത് വന്ന പരിപാടി കാണാം.
അതായത് പൈസ കിട്ടിയാൽ മാത്രമേ ഞാൻ പാട്ട് പാടൂ അല്ലേ? അങ്ങനല്ല, If you're sound good at system. something, never do it for free. അല്ല, ഇത് നമുക്ക് സൗണ്ട് സിസ്റ്റം പരിപാടി പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി സാധാരണ ലജ്ജാവതി പാട്ടല്ലല്ലോ, വേറെ ടൈപ്പേ അല്ലേ. ലജ്ജാവതി വേണമെങ്കിൽ എല്ലാവർക്കും കൂടെ പാടാം, ഐ എം റെഡി. പാട്ട് പാടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആ ഒരു നീഷ് ഓഡിയൻസിന് തന്നെ കൊടുക്കാം നമ്മുടെ സാധനം. Yes, ഉറപ്പായിട്ടും ലുലു മോൾ നമുക്ക് അടുത്തൊരു കോൺസെർട്ട് വെക്കാൻ സാധിക്കട്ടെ, അദ്ദേഹത്തിന്റെ പാട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പേഴ്സൺ. യെസ്, നെസ്ലിൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഭയങ്കര ഫീമെയിൽ ഫാൻസ് ഉള്ള ഒരാളാണ്. ആൻഡ് ഇവിടെ നമ്മൾക്ക് കുറച്ചും മുമ്പ് ഇവിടെ പക്ഷേ മെയിൽ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കുറെ നേരം വെയിറ്റ് ചെയ്ത്. അവിടെ എനിക്കൊന്ന് രണ്ടുപേരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലേ? മെയിൽ ആൻഡ് ഫീമെയിൽ, they both love you. താങ്ക് യു. യെസ്, ആൻഡ് നമ്മൾ നേരത്തെ ചെറിയൊരു ക്വസ്റ്റൻ ആൻസർ റൗണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാളോട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടി ഇവിടെ പറഞ്ഞു, ഞാൻ നെസ്ലിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഒരുപാട് എഫേർട്ട് എടുത്ത് ഇവിടെ വന്നിട്ട് വൈകുന്നേരം തൊട്ട് ഇവിടെ നിൽക്കുന്ന ഒരു കുട്ടിയുണ്ട്, ഭയങ്കര ഫാനാണ്, ബിഗ്ഗസ്റ്റ് ഫാൻ. സോ ഒന്ന് വരാൻ പറഞ്ഞാൽ ആ കുട്ടി വേദിയിലേക്ക് വരും. Yes, let's welcome that amazing girl onto the stage. We have this beautiful kid and ആള് പറഞ്ഞു എനിക്ക് നെസ്ലിനോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ മൈക്ക് ഒന്ന് അപർണയ്ക്ക് പാസ് ചെയ്യാണ്. ഹലോ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ചേച്ചി പറഞ്ഞതുപോലെ ഉച്ചയ്ക്കാണ് ഞാൻ അറിഞ്ഞത് ചേട്ടൻ വരുന്നത്. പിന്നെ ഞാൻ ഒന്നും നോക്കാണ്ട് വീട്ടുകാരടുത്ത് പെട്ടെന്ന് വന്നതാണ്. ചേട്ടൻ 6 മണിക്ക് വരും എന്ന് പറഞ്ഞു. ഞാനിവിടെ 5:15 കാരണം ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ കാണാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ചേട്ടൻ വന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എന്നിട്ട് ചേച്ചി ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആ ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയത്. അപ്പോൾ ചേച്ചി പറഞ്ഞു വരുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തതാ. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഒരു മൊമെന്റ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സംഭവം വേറൊന്നുമില്ല, എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ 2021 അഭിനയിക്കാനായിട്ട് പോയപ്പോൾ എന്നെ അവിടുത്തെ അങ്കിൾ റിയാസ് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ അങ്കിളുണ്ട്. അങ്കിളോട് പറഞ്ഞു, അങ്കിൾ എനിക്ക് നെസ്ലിൻ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു. ഞാനത് 10th കഴിഞ്ഞിട്ട് നിൽക്കുക. അപ്പോഴാണ് ഞാൻ നിങ്ങളുടെ ഹോം കാണുന്നത്. അപ്പോൾ ഹോം സിനിമയിൽ നിങ്ങളുടെ അഭിനയം ഭയങ്കര ഈസി ആയിട്ടാണ് നിങ്ങൾ അഭിനയിക്കുന്നത്. അന്ന് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്നവർക്കും എൻ്റെ ഏജിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവും നെസ്ലിൻ ചേട്ടൻ്റെ ഫാൻസ്. അപ്പോൾ ക്രഷും ഒക്കെ ഉണ്ടാവും. അങ്ങനെ എനിക്ക് ഭയങ്കര ഫാനായിരുന്നു. കൊച്ചു പരിപാടിയാണെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് 2025 ആയിട്ട് നിങ്ങളോട് അതേ ഒരു ആരാധനയുണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് ചേട്ടൻ സന്തോഷമായി. അന്ന് ചേട്ടൻ പറഞ്ഞു, അന്ന് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്കിളിൻ്റെ ഫോണിൽ നിന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കൂടെ അഭിനയിക്കും എന്ന് പറഞ്ഞു. കൂടെ അഭിനയിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു വേദി ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ജിഞ്ചർ മീഡിയയ്ക്കും ലുലുവിനും ചേച്ചിക്കും ഒക്കെ ரொம்ப താങ്ക്സ്. എനിക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിരിക്കാം. ഇത് ഒരു ഹാർട്ടാണ്. ഞാൻ ഐ ലവ് യു എന്ന് പറയില്ല, ഐ ട്രസ്റ്റ് യു. പക്ഷേ ബിക്കോസ് ലവ് വന്ന് എല്ലാവർക്കും വരും, ട്രസ്റ്റ് ആർക്ക് വരും എന്ന് എനിക്കറിയില്ല. നിങ്ങൾ നന്നായിട്ട് അഭിനയിക്കും. എന്തായാലും ഇനിയും അഭിനയം ഇഷ്ടപ്പെടുന്ന ഒരുപാട് സിനിമകൾ വരും എന്ന് എനിക്ക് നല്ല ട്രസ്റ്റ് ഉണ്ട്. സോ ഐ ട്രസ്റ്റ് യു. എനിക്കൊരു പിക്ക് എടുക്കണമായിരുന്നു. അല്ലെങ്കിൽ ഞാനിപ്പോ കേറും മറ്റേ. Yes, and this is Ginger Media presents Alapura Gymkhana Mega event sponsored by Happy Peanut Butter and Milma, co-sponsored by Aquastar and Chiking, radio partner Club FM. Yes, നമുക്ക് കുറച്ച് ഓഡിയൻസ് ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് അവരുടെ ക്വസ്റ്റ്യനും കൂടി ഒന്ന് ആൻസർ ചെയ്തിട്ട് we can move on. Yes, we can just എൻ്റെ ക്വസ്റ്റ്യൻ നെസ്ലിൻ ചേട്ടനോടാണ്. ബോക്സിംഗ് ആണോ റൊമാൻസ് ആണോ ചെയ്യാൻ കൂടുതൽ എളുപ്പം? പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഇടി കുറേ കിട്ടിയിട്ടുണ്ടാവില്ലേ? കമ്പയർ ടു ബോക്സിംഗ് റൊമാൻസ് ആണ്, ഈസി ആണല്ലോ, എല്ലാവർക്കും പ്രേമിക്കാൻ ഇഷ്ടമാണല്ലോ. അല്ലെങ്കിൽ ഇടി കിട്ടിയത് എനിക്ക് മാത്രമല്ല, ഈ സിനിമയിൽ മിക്കവർക്കും എല്ലാവർക്കും തന്നെ ഇടി കിട്ടിയിട്ടുണ്ട്. അഭിനയിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ ഓരോ ഇടി അല്ലെങ്കിൽ അടി ചവിട്ടൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് എന്തായാലും പടം കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അത് എല്ലാവർക്കും കൂടി ഉള്ളതാണ്, കുറച്ച് സീരിയസ് ആണ്. ഇപ്പോൾ മൂവീസിലൊക്കെ ആക്ടേഴ്സിനൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കി സെലക്ട് ചെയ്യുന്നതായിട്ട് ഒരുപാട് മൂവീസിൽ കണ്ടിട്ടുണ്ട്. ഇപ്പം അത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഹൈറ്റ്, വെയ്റ്റ്, അപ്പിയറൻസസ് അങ്ങനെയൊക്കെ നോക്കി സെലക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും
കാരണങ്ങൾ കൊണ്ട് ചാൻസ് നഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്കിതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുമില്ല. ഇതൊക്കെ ഒരു മാനദണ്ഡമായിട്ട് നിൽക്കുന്നുണ്ട് പണ്ടും ഇപ്പോഴും അല്ലേ. നല്ല നല്ല കഴിവുള്ള ആൾക്കാരെ എപ്പോഴും സിനിമ കൂടെ നിർത്തിയിട്ടുണ്ട്. എനിക്കിതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഈ കൂട്ടത്തിൽ ആർക്കും തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. നെസ്ലിൻ ബ്രോ, എനിക്ക് ബ്രോയോടാണ് ചോദിക്കാനുള്ളത്. ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് റെഡി ആവാത്തതുകൊണ്ട് ചോദിക്കാട്ടോ. ഈ പോസ്റ്ററിലേക്ക് കാണുന്ന 6 പാക്ക് ഒറിജിനലാണോ? ഞങ്ങൾ കുറേ ട്രൈ ചെയ്തിട്ട് അങ്ങോട്ട് റെഡി ആവുന്നില്ല. ഒറിജിനലാണോ? അതോ അല്ല, അത് മേക്കപ്പ്. അത് എല്ലാ ദിവസവും രാവിലെ വന്ന് ഒട്ടിക്കും. ഒട്ടിച്ചിട്ടില്ല. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ വിഷമമായി പോയി. അതുകൊണ്ടാണ്. ബേബിജിനോട് ക്വസ്റ്റ്യൻ ചോദിക്കണേ. ഞാൻ ബേബിയുടെ സ്റ്റോറി കണ്ടിട്ടാണ് വന്നത്. 5 മണിക്ക് എത്തിയതാ. ഞാൻ ബേബി ഞാൻ ഭയങ്കര ഫാനാ. ഇവിടെ നിൽക്കുന്ന നെസ്ലിൻ്റെയും ലുക്കൂടെയും ഭയങ്കര ഫാനാ. സോ ഞാൻ ഇവിടെ കണ്ടെത്തി നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുന്നു. പിന്നെ എനിക്ക് ലുക്കൂടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്ത സിനിമയിലും ഖാലിദ് റഹ്മാന്റെ മൂവിയിൽ ഉണ്ടാവും. ഈ ചാൻസ് ചോദിച്ചു വാങ്ങിച്ചെന്ന് കേട്ടായിരുന്നു ഇന്റർവ്യൂ കണ്ടപ്പോ. നീ എത്ര മണിക്ക് എത്തിയെന്ന്? 5 മണിക്കാ. 5 മണി. താങ്ക് യുടാ. പിന്നെ ഈ ഞാൻ ചോദിച്ചു വാങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് റഹ്മാൻ ഖാലിദിൻ്റെ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് എല്ലാ ആക്ടേഴ്സിൻ്റെയും പോലെ ഭയങ്കര ആഗ്രഹമുള്ളതാണ്. എനിക്ക് തോന്നുന്നത് എല്ലാ ആക്ടേഴ്സിനും അത് ഭയങ്കര സ്വപ്നം തന്നെ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് 3ാമത്തെ സിനിമയിൽ ചെയ്യാൻ പറ്റി. ഇനി എത്ര സിനിമ മരിക്കുന്നവരെ എത്ര സിനിമ റഹ്മാൻ അതിലൊക്കെ ഞാൻ ഉണ്ടാവണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വന്നോട്ടെ. Remember when you wanted this naivety was all you own. A stone I got in you were like, man, what you own? Now you're like, talk about the drinks I gave you, dad and dose. എൻ്റെ ക്വസ്റ്റ്യൻ നെസ്ലിനോടാണ്. ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് മൂവിയാണല്ലോ. സോ റിയൽ ലൈഫിൽ നെസ്ലിൻ ഫ്രണ്ട്ഷിപ്പിന് എത്ര വാല്യൂ കൊടുക്കുന്നുണ്ട്? എല്ലാവരെയും പോലെ ഫ്രണ്ട്സ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ലേ. അല്ലെങ്കിൽ നമ്മളുടെ സങ്കടങ്ങൾ ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ എല്ലാത്തിനും സന്തോഷവും സങ്കടവും എല്ലാ കാര്യവും ഷെയർ ചെയ്യാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രണ്ട്ഷിപ്പിന് നല്ലപോലെ വാല്യൂ കൊടുക്കുന്നുണ്ട്. എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സിനിമകൾ ഒത്തിരി വർക്കാവുന്നതും എനിക്ക് കണക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള പടങ്ങൾ ചെയ്യുന്നതും. We are done with the questions and നമ്മുടെ സ്പോൺസേഴ്സിന് ഒന്ന് വേദിയിലേക്ക് വിളിക്കേണ്ട ടൈമാണ്. because we have a token of love for all of you actually. So I would like to welcome the sales manager of Happy Peanut Butter, Ajit sir, onto the stage. അദ്ദേഹത്തെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് നമ്മുടെ സ്പോൺസർ ഹാപ്പി പീനട്ട് ബട്ടറിൻ്റെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള നോ സോൾട്ട് നോ ഷുഗർ ദ ഹെൽത്തിയസ്റ്റ് പീനട്ട് ബട്ടർ. ആൻഡ് അത് നമ്മുടെ ഈ ആലപ്പുഴ ജിംഖാന ടീമിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു സ്പോൺസർ ബ്രാൻഡ് മിൽമ മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റ് മിസ്റ്റർ ശ്രീജിത്ത്, അദ്ദേഹത്തെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. We have a small gift from our side to you all. This is Ginger Media presents Alapura Gymkhana mega event sponsored by Happy Peanut Butter and Milma, co-sponsored by Aquastar and Chicken radio partner Club FM. Ginger Media വക ഒരു ചെറിയ സമ്മാനമുണ്ട്. And for that I would like to welcome Mr. Sajaz Mohammed, Director of Ginger Media, Nitin Mohan, Director of Ginger Media, and we have a small gift from Sure Aids Wellness Products. Gymkhana teamine vendite or amazing token of love from our side. All right, thank you so much each one of you. Alapura Gymkhana or super duper hit out, and we will see you on April 10th. Thank you very much. Thank you so much. Ladies and gentlemen, this was Ginger Media presents Marnamas mega event sponsored by Happy Peanut Butter and Milma, co-sponsored by Aquastar and Chicken.